അപ്പോൾ ഞാനിത് ഡിസ്കസ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് സ്ട്രാറ്റജിക് അലയൻസും അതുപോലെ തന്നെ വാട്ട് ഈസ് മെർജർ എന്നാണ്. എന്താ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെർജർ എന്ന് പറഞ്ഞാൽ? ഇത് രണ്ടും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ കിടക്കുന്നുണ്ട് ഇല്ലേ? അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് വാട്ട് ഈസ് സ്ട്രാറ്റജിക് അലയൻസ് എന്നാണ്. എന്താ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാം? സ്ട്രാറ്റജിക് അലയൻസും മെർജറും തമ്മിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആ എക്സാമിന്റെ ബേസിൽ മാത്രമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് പോലെയാണ് സ്ട്രാറ്റജിക് അലയൻസ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? യു ഹാവ് എ ബോയ് ഫ്രണ്ട് ഓർ യു ഹാവ് എ ഗേൾ ഫ്രണ്ട്. നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇതുപോലെയാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും അത് പിരിഞ്ഞു പോവാം അല്ലേ? എപ്പോൾ വേണമെങ്കിലും ബ്രേക്കപ്പ് ആവാം, എപ്പോൾ വേണമെങ്കിലും നമുക്കത് എന്ത് ചെയ്യാം, ഉപേക്ഷിച്ച് പോവാം. ഒരു പ്രശ്നമല്ല അല്ലേ? ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ഒഴിവാക്കി കളയാം. ഗേൾ ഫ്രണ്ട് ഉണ്ടോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അതെടുത്ത് ഒഴിവാക്കി കളയാം, ഒക്കെ റിമൂവ് ചെയ്യാം. അതാണ് പറഞ്ഞത് സ്ട്രാറ്റജിക് അലയൻസ് ഒരു ബോയ് ഫ്രണ്ട് ആണ് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് വാട്ട്, അതിനൊരു ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല അല്ലേ? ഒരു ബോയ് ഫ്രണ്ടോ ഒരു ഗേൾ ഫ്രണ്ടിനോ പിരിയണമെങ്കിൽ അല്ലെങ്കിൽ അടുക്കണമെങ്കിലോ അല്ലെങ്കിൽ പിരിയണമെന്നുണ്ടെങ്കിലോ അല്ലെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ? ഒരു ഇഷ്യൂസ് വരുന്നില്ല, ഒരു നിയമപരമായിട്ടുള്ള ഇഷ്യൂസും അവിടെ വരുന്നില്ല. അതേപോലെയാണ് സ്ട്രാറ്റജിക് അലയൻസ് വിച്ച് മീൻസ് വാട്ട് അല്ലെ? രണ്ട് കമ്പനികൾ പരസ്പരം കൂടി ജോയിൻ ചെയ്യാം അല്ലെ? എ എന്ന് പറയുന്ന ഒരു കമ്പനിയും ബി എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയും, ഈ രണ്ട് കമ്പനിയും പരസ്പരം ജോയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട് അല്ലെ? ഒരു പെർട്ടിക്കുലർ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കമ്പനിയും പരസ്പരം ജോയിൻ ചെയ്യുന്നു. അവർക്ക് അവർക്ക് ആ ഒരു ബിസിനസ് നിറവേറ്റി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, പരസ്പരം പിരിഞ്ഞു പോവാം അല്ലെ? അപ്പൊ ആ ഒരു ബിസിനസ്സിലൂടെ അവർക്ക് ലാഭം കിട്ടി കഴിഞ്ഞാൽ പരസ്പരം ഷെയർ ചെയ്തെടുക്കാം. ആ ബിസിനസിന്റെ സെയിൽസ് അവർ പരസ്പരം ഷെയർ ചെയ്തെടുക്കും. ആ ബിസിനസിന്റെ എക്സ്പെൻസ് അവർ എന്ത് ചെയ്യും, അവർ പരസ്പരം ഷെയർ ചെയ്തെടുക്കും. അതാണ് പറഞ്ഞത് ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് പോലെയാണ്. വിച്ച് മീൻസ് വാട്ട്, ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ് കഴിഞ്ഞാൽ അവർക്ക് പിരിഞ്ഞു പോകാം. അവർക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അവർക്ക് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിലോ അല്ലെ, ജോയിനിങ്ങിനോ ഡിസ്ജോയിനിങ്ങോ എന്തില്ല, ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ സുഖമായിട്ട് സിമ്പിൾ ആയിട്ട് ഈസി ടു സെറ്റപ്പ്, അവർക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യാം, ആ ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുക്കാം അല്ലെ? ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആ ഒരു റിലേഷനകത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റും രണ്ട് കമ്പനികൾക്കും. അതാണ് പറഞ്ഞത് എന്തില്ല, ബോയ് ഫ്രണ്ട് ആണ് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് പോലെയാണ് വാട്ട് എന്ത് നിങ്ങളുടെ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനി പരസ്പരം ജോയിൻ ചെയ്യുന്നു, അവർ പരസ്പരം ബിസിനസ് ചെയ്യുന്നു. എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. പ്രോഫിറ്റ് വലുതുണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുന്നു, ലോസ് വലുതാണെങ്കിലോ അതും പരസ്പരം ഷെയർ ചെയ്യുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ദ സ്ട്രാറ്റജിക് അലയൻസ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിക് അലയൻസ് നമുക്കൊരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി നിർത്താം. നെക്സ്റ്റ് മെർജറാ. എന്താ മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് അലയൻസിന്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്താ ഞാൻ പറയാൻ കാരണം, സ്ട്രാറ്റജിക് അലയൻസ് ഈസ് ബോയ് ഫ്രണ്ട് ആണ് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു അല്ലെ? ദർ ഇസ് നോ ലീഗൽ കോംപ്ലിക്കേഷൻസ്. ബട്ട് മെർജർ ഈസ് വാട്ട്, മെർജർ ഈസ് ലൈക്ക് മാരേജ്. ഒരു കല്യാണം പോലെയാണ് മെർജർ. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അല്ലെ? ഞാൻ പറഞ്ഞു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ പറ്റും. ബട്ട് ഒരു കല്യാണം കഴിഞ്ഞാൽ അതിന്റെ ഡിവേഴ്സിന് അല്ലെ, ഒരു രണ്ട് പേര് പരസ്പരം മാരേജ് ആയി, അവർ പരസ്പരം പിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അല്ലെ? അത് പെട്ടെന്ന് നമുക്ക് പിരിഞ്ഞു പോകാൻ പറ്റില്ല. അതിന് ഒരുപാട് ലീഗൽ കംപ്ലയിൻസ് ഉണ്ട്, ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ എന്ത് വേണം, അവർ ഡിവേഴ്സിന് അപ്ലൈ ചെയ്യണം അല്ലെ? ഫാമിലി കോർട്ടിൽ പോകേണ്ടി വരും, അവർ വക്കീലിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും അല്ലെ? ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ്, പേപ്പർ വർക്കുകൾ അല്ലെ? ഒരുപാട് ദിവസം അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയാൽ മാത്രമേ അവർക്ക് പരസ്പരം ഡിവേഴ്സിന് കിട്ടുള്ളൂ അല്ലെ? അവർ പ്രീ മാരേജ് അല്ലെ, അവർ ഒരുപാട് കൗൺസിലിംഗ് ക്ലാസ്സിനൊക്കെ പോകേണ്ടി വരും അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഇതുപോലെയാണ് മെർജർ. അപ്പൊ എന്താ മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കമ്പനി പരസ്പരം എന്ത് ചെയ്യും, മെർജ് ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് അവർക്ക് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ? രണ്ട് കമ്പനി പരസ്പരം മെർജ് ചെയ്തു അല്ലെ? ഇനി ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് നിന്ന് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അല്ലെ, സ്ട്രാറ്റജിക് അലയൻസ് പിരിഞ്ഞു പോകുന്നത് പോലെ അവർക്ക് പോകാൻ കഴിയില്ല. അവിടെ എന്തുണ്ട്, അവിടെ ലീഗൽ കംപ്ലയിൻസ് ഉണ്ട്, ലീഗൽ കോംപ്ലിക്കേഷൻസ്. അവിടെ ഒരുപാട് നിയമപരമായ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്താൽ മാത്രമേ പരസ്പരം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പിരിയാൻ കഴിയുള്ളൂ. ഇതാണ് ഒന്ന് സ്ട്രാറ്റജിക് അലയൻസും, ഇതാണ് മറ്റൊന്ന് മെർജറും. ഓക്കെ, അപ്പോൾ മെർജറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് നോക്കി. വോഡാഫോൺ അല്ലെ, വോഡാഫോണും ഐഡിയയും എന്ത് ചെയ്തിട്ടുണ്ട്, മെർജ് ചെയ്തിട്ടുണ്ട്. അതാണ് VI അല്ലെ മറ്റു. അപ്പോൾ ഇതാണ് എന്ത് സ്ട്രാറ്റജിക് അലയൻസും, ഇതാണ് എന്ത് മെർജറും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് റിയലി വെൽ. കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതുപോലെയാണ് നമ്മുടെ SM-നകത്ത് വരുന്ന എല്ലാ കോൺസെപ്റ്റും, എല്ലാ ടോപ്പിക്കും. അതായത് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ, അതുപോലെ തന്നെ കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ, ഹൊറിസോണ്ടൽ ഇന്റഗ്രേഷൻ, അതിനകത്ത് തന്നെ വരുന്നത് ഫോർവേഡ് ലിങ്കേജ്, ബാക്ക്വേർഡ് ലിങ്കേജ്, പിന്നെ ഒരുപാട് സ്ട്രാറ്റജികൾ അല്ലെ. മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ സ്ട്രാറ്റജി വരുന്നുണ്ട്, കോസ്റ്റ് ലീഡർഷിപ്പ് അല്ലെ, ഡിഫറൻസിയേഷൻ, അതുപോലെ തന്നെ ഫോക്കസ്ഡ്
അപ്പോൾ ഫോക്കസ് തന്നെ എന്തുണ്ട്, ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. പിന്നെ ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ, ഇതൊക്കെ എന്താ? റിയൽ ലൈഫ് എക്സാമ്പിളോട് കൂടി മാത്രം നമ്മൾ വായിച്ചതിന് ശേഷം പിന്നെ ടെക്സ്റ്റ് വായിച്ച് നോക്കുന്ന സമയത്ത് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ICAR സിലബസിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ഒരുപാട് ക്വസ്റ്റൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതിനകത്ത് ഫുള്ള് കോൺസെപ്റ്റ് ആണ് കിടക്കുന്നത്. അത് പക്കയായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെയായിരിക്കും നമ്മുടെ എല്ലാ ക്ലാസ്സും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വാട്ട് ഈസ് മെർജർ ആൻഡ് വാട്ട് ഈസ് സ്ട്രാറ്റജിക് അലയൻസ്.